ഇന്നലകളില് നമ്മുടെ പൂർവ്വപിതാക്കള് അവരുടെ രക്തം കൊടുത്ത്, അവരുടെ അഭിമാനം കൊടുത്ത്, അവരുടെ കുടുംബം കൊടുത്ത് ഈ മണ്ണിൽ ചോര ചിന്തി വീണ് നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മൾ സ്വതന്ത്രമായി ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇന്നലകളിൽ അവർ സഹിച്ച ത്യാഗം എത്രയാണ്! എന്തെന്ത് പീഡനങ്ങള്, എന്തെന്ത് മർദ്ദനങ്ങള്! ഒട്ടും ശ്വാസം കിട്ടാത്തൊരു ഭോഗിയില് 10 ആള് കൊള്ളുന്നിടത്ത് 100 ആളെ കുത്തിക്കയറ്റി, എന്നിട്ട് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചുപോയ അനേകായിരങ്ങള് ഉത്തരേന്ത്യയിലല്ല കേരളത്തിലുണ്ടായിരുന്നു. ആ സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുമ്പോ അവരുടെ ഉള്ളിലുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ പിൻതലമുറയെങ്കിലും ഇവിടെ സ്വതന്ത്രമായി ജീവിക്കണം, അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കണം. സത്യത്തില് ദഅവത്തിനുള്ള അവസരം ഇവിടെ ഉണ്ട്, പ്രബോധനത്തിനുള്ള അവസരം ഇവിടെ ഉണ്ട്. ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളെ മറികടക്കുവാൻ ഒരിക്കലും നമ്മൾ സ്വയം സംഘടിച്ച് പ്രതിരോധിക്കുകയല്ല മാർഗം, അതിന് ചേർത്ത് പിടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒന്നുകൂടി പറയുന്നത്, ഇന്ത്യ ദാറുൽ ഹർബല്ല, ഇന്ത്യ ദാറുസ്സലാമുമല്ല. ആ കാറ്റഗറിയിലേക്ക് പെടുത്തി വെറുക്കാനും അല്ലെങ്കിൽ അകറ്റാനും നമ്മൾ മാത്രം ചേർന്ന് നിൽക്കാനും എന്നിട്ട് പുതിയൊരു ജിഹാദ് സൃഷ്ടിക്കാനും ആരും ശ്രമിക്കേണ്ടതില്ല. ഇവിടെ ഓരോ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വലഖദ് കറംനാ ബനി ആദം, സകല മനുഷ്യരെയും അല്ലാഹു ആദരിച്ചിട്ടുണ്ട്. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ വേണം. സകല മനുഷ്യരെയും ആദരിക്കാനുള്ള ബോധം വേണം. അല്ലാഹു ആദരിച്ചതിന് വെറുക്കാൻ നമുക്ക് അവകാശമില്ല. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത് അങ്ങനെ തന്നെയാണ്. നോക്കൂ നിങ്ങൾ, ആ അർത്ഥത്തിൽ ഇസ്ലാമികമായി ജീവിക്കുന്ന, മുസ്ലിമായി ജീവിക്കുന്ന ഈ നാട്ടിൽ നമുക്ക് ഇവിടെ അനുവദിച്ചു തന്നിട്ടുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കുന്നതോടൊപ്പം തന്നെ വരാൻ പോകുന്ന തലമുറക്ക് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ ചിന്തകളെ പ്രതിരോധിക്കാൻ നമ്മൾ ഒറ്റക്കൊറ്റക്ക് ജിഹാദ് ചെയ്യുകയല്ല പരിഹാരം, ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എല്ലാ ജനാധിപത്യ മാർഗങ്ങളെയും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്.